നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തടവിലിരിക്കെ കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹം ഇസ്രയേലിന് കൈമാറി. 32-കാരിയെ ഷിരി ബിബാസ്, ഇവരുടെ മക്കളായ 9 മാസം പ്രായമുള്ള മകൻ ഫിർ, 4 വയസ്സുകാരൻ ഏരിയൻ എന്നിവരുടെയും 83-കാരനായ ഓദിത് ഷിഫ്ലിറ്റ്സിന്റെയും മൃതദേഹങ്ങളാണ് കൈമാറിയത്. ഹമാസ് തടവിലായവരുടെ ദുരിതങ്ങളുടെ പ്രതീകമായിരുന്നു ബിബാസ് കുടുംബം. ഖാൻ യൂണിസിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതരാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. വികാരനിർഭരരായി കാത്തുനിന്ന ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് മൃതദേഹങ്ങൾ കൈമാറിയത്. അയാളുടെ നാസി സൈന്യവും സൈനിസ്റ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈൽ വർഷിച്ച് ഇവരെ കൊന്നു എന്നെഴുതിയ പോസ്റ്ററും ഹമാസ് ഉയർത്തി. മൃതദേഹങ്ങൾ പരിശോധനകൾക്കായി അബു കബീർ നാഷണൽ സെന്റർ ഫോർ ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റി. ഇസ്രയേലിലെ ഹൃദയം കീറി മുറിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രതികരിച്ചു. കഠിന വേദനയില്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മുഴുവൻ രാജ്യത്തിന്റെ ഹൃദയമാണ് കീറി മുറിക്കപ്പെട്ടത്. ഇസ്രയേലിന് വേണ്ടി ഞാൻ തലകുനിച്ച് ക്ഷമ ചോദിക്കുന്നു. ആ ഭയാനക ദിവസം നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതിരുന്നതിനാൽ, നിങ്ങളെ സുരക്ഷിതരായി വീട്ടിൽ തിരിച്ചെത്തിക്കാൻ കഴിയാതിരുന്നതിനാൽ എന്ന് ഹെർസോഗ് പ്രസ്താവനയിൽ പറഞ്ഞു. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിലാണ് ബിബാസ് കുടുംബം ഉൾപ്പെടെയുള്ളവരെ ഹമാസ് ബന്ദിയാക്കി ഗാസയിലേക്ക് കടത്തിയത്. ഇതിൽ ഷിറിയുടെ ഭർത്താവ് യാർദൻ ബിബാസിനെ 484 ദിവസത്തിനു ശേഷം വിട്ടയച്ചിരുന്നു. ഷിറിയും മക്കളും ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ 2023 നവംബറിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിനുള്ള തെളിവുകളൊന്നും നൽകിയിരുന്നില്ല. ഗാസ മുൻപിൽ റെഡ് ക്രോസ് വാഹനങ്ങൾ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ബാനറുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു വേദിയിൽ ഹമാസ് 4 കറുത്ത ശവപ്പെട്ടികൾ പ്രദർശിപ്പിക്കുകയായിരുന്നു. പിന്നീട് ശവപ്പെട്ടികൾ റെഡ് ക്രോസ് വാഹനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചുവന്ന വസ്ത്രം ധരിച്ച ജീവനക്കാർ വെളുത്ത ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ് അകത്തേക്ക് വെച്ചു. വാഹന വ്യൂഹം ഇസ്രയേലിലേക്ക് തിരിച്ചു. അവിടെ അധികൃതർ ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റി. തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂണിസിന്റെ പ്രാന്തപ്രദേശത്തുള്ള കൈമാറ്റ സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. അതിൽ ഹമാസിൽ നിന്ന് മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള മുഖംമൂടി ധരിച്ചവരും ആയുധധാരികളുമായി നിരവധി പോരാളികൾ ഉണ്ടായിരുന്നു. ഇസ്രയേലി ചാനലുകൾ കൈമാറ്റം സംപ്രേഷണം ചെയ്തില്ല. കൂടാതെ ടെലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ തത്സമയം പ്രദർശിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. 15 മാസത്തിലേറെ നീണ്ട യുദ്ധം അവസാനിപ്പിച്ച ഒരു ദുർബലമായ വെടിനിർത്തലിന് കീഴിൽ സമീപ ആഴ്ചകളിൽ ജീവിച്ചിരുന്ന 24 ബന്ദികളുടെ തിരിച്ചുവരവ് ഇസ്രയേലികൾ ആഘോഷിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കൈമാറ്റം ഒരു വർഷത്തിലേറെ വെടിനിർത്തലിലേക്ക് നയിച്ച ചർച്ചകൾ ഇഴഞ്ഞു നീങ്ങിയതിനാൽ തടവിൽ മരിച്ചവരുടെ ഇരുണ്ട ഓർമ്മപ്പെടുത്തലായി മാറി. 2ാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് പ്രചോദനമായേക്കാം. ആദ്യഘട്ടം മാർച്ച് ആദ്യം അവസാനിക്കും. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ 30 കുട്ടികൾ ഉൾപ്പെടെ 251 പേരെയാണ് ബന്ദികളാക്കിയത്. ഈ ആക്രമണത്തിൽ 1200ഓളം പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗം സാധാരണക്കാരായിരുന്നു. ബന്ദികളിൽ പകുതിയിലധികം പേരെയും, ഭൂരിഭാഗം സ്ത്രീകളെയും കുട്ടികളെയും വെടിനിർത്തൽ കരാറുകളിലോ മറ്റു കരാറുകളിലോ വിട്ടയച്ചു. ഇസ്രായേൽ സൈന്യം 8 പേരെ രക്ഷപ്പെടുത്തി. പ്രാരംഭ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോ തടവിൽ നിന്ന് മരിച്ചവരോ ആയ ആളുകളുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.